നിനക്ക് വേദനിക്കുന്നുണ്ടോ? ഞാൻ അകത്തോട്ട് വന്നോട്ടെ? വേണ്ട സിദ്ധു, എനിക്ക് അങ്ങനൊന്നും പകരത്തില്ല. എനിക്ക് അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. വേണ്ട സിദ്ധു, കുഴപ്പമില്ല. എനിക്ക് നിന്നെ ഒന്ന് കാണണം. എനിക്കും കാണണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അവസ്ഥ ഇതായി പോയി. ലച്ചു, ലച്ചൂസേ, ലച്ചു, ലച്ചൂസേ, ജനലിന്റെ അവിടെ. ലച്ചു, ജനലൊന്ന് തുറക്കാവോ? വേണ്ട സിദ്ധു, ലച്ചൂസേ, എനിക്കൊന്ന് കാണണോടാ. അവസ്ഥ വളരെ മോശമാണ്. ഇതെനിക്ക് തീരെ വയ്യ. അതാ നിന്നെ കാണാൻ വേണ്ടിട്ട് ഞാൻ അത്രയും ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് ഓടി വന്നതാ. ഞാൻ ഒന്ന് കണ്ടോട്ടാ പ്ലീസ്. എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അവസ്ഥ വളരെ മോശമാണ്. ലച്ചൂസേ, എടാ ഒന്ന് ഞാൻ നിന്റെ മുഖം കണ്ടിട്ട് കൊള്ളാം പ്ലീസ് ഡാ. എന്താണ് ഉദ്ദേശം? കണ്ടാ ഞാൻ പറഞ്ഞ ഇതേപോലെ എന്തെങ്കിലും വേഗത്തിൽ ഒപ്പിക്കൂന്ന്. എന്താണ് സംഭവം? എനിക്കൊന്നും അവളെ കാണാൻ വേണ്ടിട്ട്. അയ്യോ മോനെ, ഞാൻ പറഞ്ഞതല്ലയോ അസുഖം മാറിയിട്ട് കാണാമെന്ന്. എന്റെ പൊന്നളിയാ, അതിന് ചിക്കൻ ബോക്സ് ആണ്. ചിക്കൻ ബോക്സ് എല്ലാവരും ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കും. ഒന്നാമത് എക്സാം ഒക്കെ അടിക്കുകയാണ്. അവസാനം എക്സാം എഴുതാൻ പറ്റാതാവും. അപ്പൊ ചിക്കൻ ബോക്സ് ഉണ്ടെങ്കിൽ എക്സാം എഴുതണ്ടല്ലേ? തന്നടി എഴുതണ്ട. ലൂപ്പാട് കുഞ്ഞു വന്നു കുരിപ്പേ. അതെ, എനിക്കറിയാം താങ്കൾ ഇതേപോലെ എന്തെങ്കിലും ഉടായ്പ പരിപാടി ഒപ്പിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ എവിടെ എവിടെ കാവലിൽ നിർത്തിയത്. കൊള്ളാം, നന്നായിരിക്കണ്. ലച്ചാച്ചേ, എന്താ നന്നായി. അമ്മമ്മ കനേണ്ടി ചെല്ല്, ഞാൻ ഈ കാര്യം ഡീൽ ചെയ്തോളാം. ചെല്ല് പൊക്കോ പവറും ചെല്ലടാ. ചെല്ല്. എന്തോടെ പ്രശ്നം? എടാ, എന്താണ് ഒന്ന് കണ്ടോട്ടടാ. ചേട്ടാ, എന്നൊരു കാര്യം ചെയ്യ്. ഞാൻ അളയനെ പിടിച്ച് റൂമിനകത്ത് ഞാൻ പൂട്ടി. ഞാൻ ഓക്കെയാ. എനിക്കും ഓക്കെയാ. എന്താ വെട്ട് തുറന്നാ കഴിഞ്ഞ വെട്ട് മാറിയില്ല കുറച്ചുകൂടെ മാറും. അവിടെ ഇല്ല. ചേച്ചിയുടെ അസുഖം മാറിയിട്ട് നിങ്ങൾ തമ്മിൽ കാണ്ടോണ്ടിരി. എപ്പ നോക്കിയാലും പോരെ. എടാ എന്താടാ പോണോ? വയ്യടോ, ഞാനും കിടപ്പിലാവും. എനിക്ക് കിടക്കാൻ വയ്യ. പൂത്തോലമാണെന്നില്ല പറഞ്ഞാ മനസ്സിലാവൂല്ലേ? ഒന്ന് പോ. ഞാൻ പോണ്. തീറ്റ വല്ലതും വേണോ? വേണ്ട. എന്തായാലും എന്താ അവിടെ കഞ്ഞി റെഡി ആവുന്നുണ്ട്. കഞ്ഞി കൊണ്ടുവന്ന് തരും, കുടിച്ചോണം. അമ്മൂമ്മ, കഞ്ഞിയിൽ ഉപ്പിടല്ലേ ചേച്ചിക്ക് കൊടുക്കാളേ. സിദ്ധു, എനിക്ക് വിശക്കുന്നു. ഇപ്പം കഞ്ഞി വരുമല്ലോ. എനിക്കൊന്നും വേണ്ട, ഉപ്പില്ലാത്ത കഞ്ഞി. എന്തോ വേണ്ടേ? എനിക്ക് നല്ല മൊരിഞ്ഞ പൊറോട്ടയും ബീഫും വേണം. പഴംപൊരി വേണം, പപ്സ് വേണം, പിന്നെ സമൂസ ഒക്കെ ഞാൻ മേടിച്ചു. ഞാൻ ഇപ്പൊ തന്നെ പോയി മേടിച്ചോണ്ട് വരാം കേട്ടോ. സിദ്ധു, ഇവിടെ നോക്കി. ഇവിടെ ഐ ലവ് യു. ലവ് യു. ഒന്നുകൂടെ തുറക്കാവോ പ്ലീസ്? എറിഞ്ഞിടും ഞാൻ. പഠിക്കോ? ചെന്ന് കയറി കൊടുക്കും. മനസ്സിലായത് പോടാ. പോടോ. ഞാൻ തുറന്ന് ഞാൻ സീലടക്കി ഞാൻ നോക്കിക്കും. ഞാൻ ജീവിക്കാൻ സമ്മതിക്കൂല അല്ലേ?
ലച്ചു വന്നാ ലച്ചു പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടേ. എനിക്കറിയായിരുന്നു നീ മേടിച്ചോണ്ട് വരുമെന്ന്. ഇനി കഥകൊന്നും തുറക്കാവോ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ ആരുമില്ല. അപ്പൊ തുറക്കല്ലേ? തുറക്ക്. അല്ല പക്ഷെ ഞാൻ തുറന്നതിന് നിനക്ക് ഇത് പകരുവോ? ഇല്ല ലച്ചൂസേ, എനിക്ക് ഓൾറെഡി ഒരു തവണ ചിക്കൻ ബോക്സ് വന്നു പോയതാ, അതുകൊണ്ട് വരത്തില്ല. ഉറപ്പാണോ? സത്യം. എന്നാ വെയിറ്റ്. തുറക്ക്. എന്നിട്ട് ഞാൻ അറിയാത്തൊരു ഞാൻ ചോദിക്കുകയാണ്. എന്റെ പുക കണ്ടേ അറിയുന്നു അടങ്ങത്തുള്ളൂ താൻ? അല്ല അത് അല്ല എടാ അളിയാ, എടാ അളിയാ പറയുന്നു കേക്ക്. എടാ അളിയാടാ, ലച്ചൂസിന് കുറച്ച് മൊരിഞ്ഞ പൊറോട്ടയും ബീഫും പഫ്സും സമൂസയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മേടിച്ചോണ്ട് വന്നിട്ട് കൊടുക്കാൻ പോയതാ. മൊരിഞ്ഞ പൊറോട്ടയും ബീഫും പപ്സും സമോസയും തലയ്ക്ക് താൻ താമസമില്ലേ? എന്താടാ അമ്മൂമ്മ 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 എന്തിനാ കിടന്ന് വിളിച്ചു പോന്നേ? കേട്ടില്ലേ പറഞ്ഞത്? എന്ത്? അളിയൻ ലച്ചു ചേച്ചിക്ക് മൊരിഞ്ഞ പൊറോട്ടയും ബീഫും പപ്സും സമോസയും മേടിച്ചോണ്ട് വന്നേക്കണെന്ന്. അതാവുമ്പോ ഞാൻ പറഞ്ഞിട്ട് മേടിച്ചതാ. എന്താ മോനെ ഇത്? എനിക്ക് കഴിക്കാൻ. മക്കൾക്ക് ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട കഞ്ഞി. അയ്യോ, ഇപ്പൊ എണ്ണ വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കാൻ പാടില്ല മക്കളെ. അതെന്താ? അത് കഴിച്ചൂടാ, അത് തന്നെ. അമ്മൂമ്മ, ലച്ചുവിന് ഇതൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു കൊടുത്തോട്ടെ? അത് കൊടുക്കാം, അത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എണ്ണ വറുത്തതും പൊരിച്ചതൊന്നും കൊടുക്കല്ലേ. ഇല്ല. എനിക്ക് പഴവും തേങ്ങയൊന്നും വേണ്ട. അളിയാ, എന്തായാലും ലച്ചേച്ചിക്ക് തിന്നാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് ഉണ്ടല്ലോ. ഞാൻ നേരെ ലച്ചേച്ചി താങ്ക്സ്. പോയി തിന്നു വച്ചാ പോ. ഓക്കേ சித்து, அவளோட உடம்பெல்லாம் சரியாகட்டும். அதுக்கப்புறம் நீ எவ்வளவு வேணா இதெல்லாம் வாங்கி கொடு, அவ சாப்பிடுவா. இப்ப நீ ஒன்னும் வாங்கி கொடுக்காத. അത് തന്നെ മോനെ, അവള് വിശ്രമിക്കട്ടെ.